ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇളയച്ചൻ വന്ന് എല്ലാവരും ഒരു നീക്കം അങ്ങ് അമ്പരപ്പിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ ഇളയച്ചൻ്റെ ഈ ഒരു പകിട്ടും പത്രാസൊക്കെ കണ്ട് എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഓരോരുത്തരെ ശ്രുതി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ആരതിത്തട്ടുമായിട്ട് ചെന്നപ്പോഴത്തേക്കും ഇതെന്താ, വാട്ട് ഈസ് ദീസ്, ഇത് ആരതിത്തട്ട് ആരതി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ, ഓ ഇന്ത്യൻ കൾച്ചറാണല്ലേ, ഐ ലൈക്ക് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇംഗ്ലീഷ്. ആരതി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ശ്രുതി പക്ഷേ നിങ്ങളും പിടിക്കുക എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ല, തട്ടിലുള്ളതെല്ലാം അദ്ദേഹത്തിന് മേലെ വീഴുമെന്ന് പറഞ്ഞു വർഷ. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഓടാൻ നോക്കുമ്പോൾ പേടിക്കേണ്ട, വീഴത്തൊന്നുമില്ല എന്ന് പറഞ്ഞു ചന്ദ്രമതി. അപ്പൊ ചെറിയൊരു പേടി, മോളെ നീ വാ എന്നും പറഞ്ഞു. എന്നിട്ട് വർഷയെ വിളിച്ചു. എന്നിട്ട് പിന്നെ 3 പേരും കൂടെ ചേട്ടനെ ആരതി ഒഴിയുക. അങ്ങനെ ചേട്ടനെ 3 പേരും കൂടി ആരതി ഒഴിഞ്ഞ് ഇങ്ങനത് ഒക്കെ ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ വീരാനിക സ്വപ്നം കാണാൻ തുടങ്ങി. വലിയ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ അദ്ദേഹം അഭിനയിക്കുന്നത്, ക്യാമറയിൽ പകർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്വപ്നം കണ്ട് നിൽക്കുക. അപ്പോൾ ഇയാൾ ഇങ്ങനെ എന്തൊക്കെയോ വെളിവ് കെട്ടതുപോലെ ഇങ്ങനെ വെള്ളോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇതെന്ത് പറ്റിയാൾക്ക്, ഇയാളെന്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് ബാക്കിയുള്ളവർ ചോദിക്കുക. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ഇയാളെ വിളിച്ചു. അതുപോലെ തന്നെ ശ്രുതി ഇളയച്ച എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. പെട്ടെന്ന് വാ അകത്തേക്ക് പോകാം, അനക്കമുണ്ടെന്ന് പറഞ്ഞ് രവിയേട്ടൻ. അപ്പം എല്ലാവരും വാന്നും പറഞ്ഞ് എല്ലാവരും വിളിച്ച് അച്ഛമ്മ അകത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. അപ്പം എല്ലാവരും കൂടെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇളയച്ചനുണ്ടെന്ന് പാൻ്റൊക്കെ ഇട്ട് ചൊറിഞ്ഞിട്ട് പാടുള്ള ഭയങ്കര ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് എല്ലാവരും കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയോട് ഇയാൾ ചോദിക്കുവാണ്, അതെ എൻ്റെ ആക്ടിങ് എങ്ങനെയുണ്ട്, അപ്പോൾ ഓവർ ആക്ട് ചെയ്ത് നശിപ്പിക്കരുതെന്ന് പറഞ്ഞു ശ്രുതി. 4 പാട് നോക്കുക, ക്യാമറ എവിടെ വെച്ചിരിക്കുന്നത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ജോഷി സാറൊക്കെ വരുമോ, അദ്ദേഹം വരത്തൊന്നുമില്ല എന്ന് പറഞ്ഞു ശ്രുതി. വരത്തില്ലേ, അയ്യോ നിങ്ങൾ അഭിനയിച്ചത് അദ്ദേഹം കാണും, നിങ്ങൾ നന്നായിട്ട് തന്നെ അഭിനയിക്കാൻ പറഞ്ഞു, ക്യാരക്ടർ വിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതെ ഈ കോട്ടൊക്കെ ഇട്ടിട്ട് ആകെ ഒരു അസ്വസ്ഥത എനിക്കും, ഇത്രയും നേരം ഞാൻ പിടിച്ചു നിന്നു, അപ്പം അതൊക്കെ ശീലമായിക്കോളും, അകത്തേക്ക് വരാൻ പറഞ്ഞു ശ്രുതി. അപ്പോൾ ക്യാരക്ടർ പിടിക്കണം, ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ക്യാരക്ടർ പിടിച്ച് അകത്തേക്ക് കയറി ചെല്ലുക. കയറി ചെന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കാല് ചെന്ന് ഇടിച്ചു. അയ്യോ ശ്രദ്ധിച്ച് നടക്കുക എന്നും പറഞ്ഞ് ചന്ദ്രമതി. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞൊരൊറ്റ വിളിയായിരുന്നു അന്നേരം ചേട്ടൻ. അതെന്താ ഉമ്മാന്ന് വിളിച്ചത്, അയ്യോ വേദനിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങനെ വിളിച്ചു പോയതാ, അമ്മ ഉമ്മയായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ അച്ഛമ്മയുടെ മുന്നിൽ പറയുമ്പോൾ ആ കണ്ണട അങ്ങ് ഊരി വെക്കേ, ഇല്ലെങ്കിൽ വീണ്ടും എവിടെയെങ്കിലും ഇടിക്കുമെന്നും പറഞ്ഞ് പറയുമ്പോൾ ഗ്രാൻഡ്മ പറഞ്ഞത് കറക്റ്റാണെന്നും പറഞ്ഞ് അങ്ങനെ ചേട്ടൻ അതൊക്കെ ഊരിയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. നമ്മുടെ സച്ചി ഇതുവരെ എത്തിയിട്ടില്ല, സച്ചി എത്തുമ്പോഴാണ് പുകിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആഹാ എന്താ ഒരു വെളിച്ചം, കുറച്ച് പഴയ വീടാണല്ലേ എന്നൊക്കെ ചോദിക്കുക ചേട്ടൻ. അതെ ഞങ്ങളിത് ഇടിച്ച് നിരത്തി വലിയ വീട് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ എന്താ നീ പറഞ്ഞേ എന്ന് അച്ഛമ്മ ചന്ദ്രമതി അടിച്ച് ചോദിച്ചു. ഇടിച്ച് നിരത്താനോ? അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പഴയതായില്ലേ അമ്മേ, ഓഹോ വയസ്സായി എന്ന് കരുതി നിന്റെ മേലെ നീ ബുൾഡോസർ ആയിട്ട് ഓടിയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ വീരാനൊക്കെ അത് ചിരിക്കാൻ തുടങ്ങി. ബുൾഡോസർ എന്നും പറഞ്ഞിങ്ങനെ ഭയങ്കര ചിരി അദ്ദേഹം. ആ സമയത്ത് യോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നിൽക്കണു കേട്ടോ. അപ്പോൾ ഈ വീട് എൻ്റെ ഭർത്താവ് പണിതതാ, ഇതെനിക്ക് ക്ഷേത്രം പോലെയാണെന്നും ഒരിക്കലും ഞാനിത് ഇടിച്ച് നിരത്തില്ലെന്നും അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രമതി ചൂളി നിൽക്കുവാണ്. ഈ ക്ഷേത്രത്തിലെ ദേവിയാ എൻ്റെ അമ്മ എന്ന് രവിയേട്ടൻ ഇങ്ങനെ പറയുമ്പം അയ്യോ അറിഞ്ഞില്ല അമ്മേ ദേവി എന്ന് പറഞ്ഞ അച്ഛമ്മയെ തൊഴുത്ത് പ്രാർത്ഥിക്കുക, കാത്തുകൊള്ളണമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നൊക്കെ പ്രായങ്ങൾ. ഇത് നല്ല വീട് തന്നെയാ, സിംഗപ്പൂരിൽ ഞാൻ താമസിക്കുന്ന വീട്. സിംഗപ്പൂരോ മലേഷ്യയിലല്ലേ വീടെന്ന് ചോദിക്കുമ്പോൾ ഇളയച്ചന് സിംഗപ്പൂരും വീടുണ്ട്, സിംഗപ്പൂരിലും ബിസിനസ് നടത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും അയാളിങ്ങനെ പറഞ്ഞു വായും തുറന്ന് നോക്കുക. അതൊക്കെ മാറ്റിയോ, കഥയും മാറ്റിയോ എന്നൊക്കെ ഇദ്ദേഹം ചോദിക്കാം. അപ്പം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. കഥ മാറ്റാനോ, താൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അച്ഛമ്മ ചോദിച്ചു. അത് അച്ഛമ്മേ കഥയല്ല കട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇടയ്ക്ക് കയറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. കട എന്ന് പറഞ്ഞപ്പോഴേ മാറിപ്പോയതാണെന്നും പറഞ്ഞു. സിംഗപ്പൂരിൽ കുറേ കടകളുണ്ട് ഇളയച്ചനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ യേസ് എന്നും പറഞ്ഞു ചേട്ടൻ. എനിക്ക് മലേഷ്യയിലും സിംഗപ്പൂരിലും കുറേ കടകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ പറയണം. ബാക്കിയായിട്ടേ ശ്രുതി ഇങ്ങനെ നിന്ന് ഉരുക. ഈ സിംഗപ്പൂരും മലേഷ്യയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, ചിറ്റാടിയും കുന്നാരപ്പുറവും തമ്മിലുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ചിറ്റാടിയും കുന്നുപൂരും ഒക്കെയോ അതെവിടെയാണെന്നൊക്കെ ചോദിച്ച് ഇവരിങ്ങനെ ഇരിക്കുമ്പം ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് കയ്യിൽ നിന്ന് വിടുക. അപ്പോഴേക്കും ഇവിടുത്തെ നാടുകളുടെ പേരൊക്കെ അറിയാമല്ലോ എന്ന് ശ്രീകാന്തു. അപ്പോൾ എല്ലാ നാടും എനിക്കറിയാം, എല്ലായിടത്തും എൻ്റെ കസ്റ്റമേഴ്സ് തേടി വരുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ ഈ കസ്റ്റമേഴ്സ് തേടി വരിക, എന്താ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ലെന്ന് രവിയേട്ടൻ.
അത് പിന്നെ അങ്കിൾ വർഷങ്ങൾക്ക് മുൻപ് ഇളയച്ചന് കേരളത്തിലും ബിസിനസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ശ്രുതി പറയുമ്പം അതാണോ അതാ പറഞ്ഞതെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. ഏസ് എന്നും പറഞ്ഞ് ചേട്ടൻ ഇരിക്കുന്നു. ശ്രുതി പറഞ്ഞത് കറക്റ്റാന്ന് പറഞ്ഞുകൊണ്ട് ഇയാളിരിക്കുമ്പോൾ ഇയാളെല്ലാം കുളവാക്കുമെന്ന് പറഞ്ഞ് ശ്രുതി മനസ്സിൽ പറയുക. അങ്ങനെ ഇരിക്കുമ്പോൾ രേവതി കുടിക്കാൻ പോയി എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു ചന്ദ്രമതി. രേവതി കുടിക്കാൻ എടുക്കാൻ അകത്തേക്ക് കയറിപ്പോയി. രേവതി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് ചോദിച്ചു. എന്തു സുഖം, ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. കുലുങ്ങി ഒരു പരുവമായി എന്നും പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ മലേഷ്യയിൽ നിന്ന് റോഡ് വഴിയാണ് വന്നത് ശ്രീകാന്തം. അല്ല, ഫ്ലൈറ്റിൽ തന്നെയാണ് വന്നത്, എയർപോർട്ടിൽ നിന്ന് ഇതുവരെ കാറിലാണല്ലോ വരുന്നത് എന്ന് അദ്ദേഹം. കംപ്ലീറ്റ് ഡൗട്ട് ആണല്ലോ അനിയ നിനക്ക് എന്നൊക്കെ അദ്ദേഹം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതി കൊണ്ടുവന്ന് കുടിക്കാൻ ജ്യൂസ് കൊടുത്തു. അപ്പം താങ്ക് യു ഒക്കെ പറഞ്ഞ് മേടിച്ച് ജ്യൂസൊക്കെ കുടിക്കുന്നു. അദ്ദേഹം ജ്യൂസൊക്കെ കുടിക്കുന്ന ഇവരെല്ലാവരും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം നിങ്ങൾ വന്നതിൽ ഇവിടെ എല്ലാവർക്കും സന്തോഷമുണ്ട്. എന്തായാലും വരുമ്പോൾ അച്ഛനെയും കൂടി കൂട്ടായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ ചെറിയ പ്രായത്തിലേ മരിച്ചു പോയില്ലേ എന്ന് ചോദിച്ചിങ്ങനെ. അപ്പോഴേക്കും അച്ഛൻ ചെറിയ പ്രായത്തിലേ മരിച്ചു പോയെന്നോ, ഇതെന്താ? പിന്നെ ഞാൻ എങ്ങനെ കൂടെ കൂട്ടാനാ, ഒരേ ബീഡി വലിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ശ്രുതി അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഒടുവിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയായി, അങ്ങേര് പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചേട്ടൻ. ഈ സമയം ഇളയച്ച എന്തൊക്കെ ഈ പറയുന്നേ? ഇളയച്ചൻ്റെ അച്ഛനെ കൂടെ കൂട്ടുന്ന കാര്യമല്ല പറഞ്ഞത്, എൻ്റെ അച്ഛനെ കൂടെ കൂട്ടുന്ന കാര്യമാ അങ്കിള് പറഞ്ഞത്. അങ്ങനെ യുവർ ഫാദറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലെ ഏറ്റവും തിരക്കുള്ളൊരു ബിസിനസ്സുകാരനാണെന്നും ഒന്ന് നിൽക്കാൻ പോലും നേരമില്ല. ലണ്ടൻ, അമേരിക്ക, ദുബായ് യാത്രയാണെന്നേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തട്ടി വിടണം. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടതെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കാം. ശ്രുതി അതെ ഞാൻ കൊണ്ടുവന്നതൊക്കെ എടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതിയാണ് ചെല്ലുന്നത്. അയ്യോ എനിക്കൊരു തട്ട് വേണമായിരുന്നു, രേവതി ഇപ്പോൾ ഒരു തട്ടെടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുന്നു. പിന്നെ രേവതിയെ തട്ടെടുക്കാനായിട്ട് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ എന്തിനാ നീ അവളോട് പറയുന്നത്? നീ പോയി തട്ടെടുത്തോണ്ട് വരാൻ പറഞ്ഞു അച്ഛമ്മ. അയ്യോ അല്ലമ്മേ, തട്ട് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, അതാ ഞാൻ അവളോട് പറഞ്ഞത്. അറിയില്ലെങ്കിൽ തെരഞ്ഞു കണ്ടുപിടിക്കുകയാണ് വേണ്ടത്, ചെല്ല് എന്ന് പറഞ്ഞ് അച്ഛമ്മ ചന്ദ്രമതിയെ പറഞ്ഞു വിടാൻ നോക്കും. എല്ലാ കാര്യവും രേവതിയെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം നീ എന്നും പറഞ്ഞ് ചന്ദ്രമതിക്കിട്ട് കൊടുത്തു. ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അത് എടുക്കാനായിട്ട് അങ്ങോട്ട് പോകണം. ചന്ദ്രമതി അങ്ങ് പോയപ്പോഴത്തേക്കും കവറിലുള്ള സാധനങ്ങൾ മുഴുവനും പുള്ളിക്കാരനും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ എടുത്തു വെക്കുക. അടുക്കളയിൽ ചെന്നിട്ട് കൊലിപ്പ് കയറി ആ പാത്രം എടുത്ത് നിലത്തിട്ട് എറിഞ്ഞ് ഇതാക്കുവാണ് ഈ ചന്ദ്രമതി. ദേഷ്യം വന്നിട്ടേ. അപ്പോഴത്തേക്കും അയ്യോ എന്താ പറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ചാടിയേറ്റു. അപ്പം എന്താ ഒരു ശബ്ദം എന്ന് അച്ഛമ്മ ചോദിച്ചു. ഞാൻ തട്ട് തരിക അമ്മേ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞിങ്ങനെ അച്ഛമ്മയ്ക്ക് മനസ്സിലായി ഇവള് കാണിച്ചത് ഇങ്ങനെ അസൂയം അല്ലെങ്കിൽ കലിപ്പും കൊണ്ടാണെന്ന്. അപ്പോഴത്തേക്ക് വീരാനിക്ക് ചുറ്റി ഒരു തട്ട് തരുന്നതിന് ഇത്രയും ശബ്ദമൊക്കെ ഉണ്ടാവുമെന്ന്. അതിലെ തപ്പി ചന്ദ്രമതിക്ക് തട്ട് കിട്ടിയില്ല. പിന്നെ തപ്പി ചെന്നപ്പോൾ കിട്ടി. കൊണ്ടുവന്ന് ഇയാളുടെ കൈ കൊടുത്തപ്പോൾ ഇതാണല്ലേ സാധനം, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് താങ്ക് യു ഒക്കെ പറഞ്ഞ് കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ ആ തട്ടിലേക്ക് വെക്കുക. എന്നിട്ട് ശ്രുതിയെ അടുത്തേക്ക് വിളിച്ചു. ശ്രുതി അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് ശ്രുതിയെ വിളിച്ചു. എന്നിട്ട് കയ്യിലേക്ക് വെച്ച് കൊടുക്കുക. ശ്രുതി നിന്റെ ഫോട്ടോ കാണിച്ചിരുന്നു, നേരിട്ട് കാണുമ്പോൾ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും സുന്ദരനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞോട്ടെ ചേട്ടൻ, അങ്ങനെ എല്ലാവരും പറയാറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി. ആ സമയത്ത് അത് പിന്നെ ഇളയച്ച എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാതിലിങ്ങനെ തൊടുക. അപ്പോഴത്തേക്കും പറഞ്ഞോണ്ട് ചേട്ടൻ ഇങ്ങനെ തലയിട്ടാം. ശ്രുതിയുടെ അച്ഛൻ ശ്രുതിക്ക് നൽകാനായി എൻ്റെ കയ്യിലൊരു ഓംപ്ലേറ്റ് തന്നു വിട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും ഒരൊറ്റ ചിരിയും നോട്ടോ. ഓംപ്ലേറ്റോ, ഇതെന്തീ പറയണേ? അപ്പോഴേക്കും എന്ത് തന്നു വിട്ടുന്നു? ഓംലേറ്റോ? അത് പിന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കാം. അതെന്താങ്കിൽ ഇവിടെ മുട്ടയൊന്നും കിട്ടാത്തത് കൊണ്ടാണെന്ന് വർഷം അന്നേരം ചോദിച്ചു. മലേഷ്യയിൽ നിന്ന് എന്തിനാ ഓംലേറ്റ് കൊണ്ടുവന്നത്? അപ്പോഴേക്കും എന്ന് പറഞ്ഞു ഒറ്റൊരു ചിരി. അപ്പോഴേക്ക് ഈ ഇളയച്ചൻ്റെ ഒരു കാര്യം പറഞ്ഞാലെന്ന് പറഞ്ഞ് ശ്രുതി ചിരിച്ച് തള്ളി വിടുക. ഇളയച്ചൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശ പൊട്ടിക്കും. ഇളയച്ചൻ്റെ കൈവശം ഒരു ബ്രേസ്ലെറ്റ് കൊടുത്ത് വിട്ട കാര്യം അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു. ബ്രേസ്ലെറ്റിൻ്റെ കാര്യമാ ഇളയച്ചൻ ഫണ്ണിയായിട്ട് ഓംലേറ്റ് എന്ന് പറഞ്ഞത് അല്ലേ ഇളയച്ച? അപ്പം അതെ എന്ന് പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ നിൽക്കണം. എല്ലാവരും അന്നേരം ആ ഒരു മൈൻഡ് അങ്ങ് വിട്ടു. അതിനുശേഷം ഇതങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ബ്രേസ്ലെറ്റ് കൊടുക്കാനായിട്ട് തുടങ്ങും. അപ്പോഴേക്കും നമ്മുടെ സച്ചിയും മഹേഷും കൂടെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. നീ ആ ഷൂ കണ്ടോ എന്ന് ചോദിച്ചു.
മലേഷ്യയിലേച്ചൻ വന്നെന്നാ തോന്നുന്നതെന്നും പറഞ്ഞ് ഇവർ പറയുമ്പോൾ തന്നെ അകത്തുനിന്ന് ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞുള്ള ചിരിയൊക്കെ കേൾക്കാം. അപ്പോഴേക്കും വന്നിട്ടുണ്ട് ആ ചിരി നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു സച്ചി മഹേഷിനോട്. അദ്ദേഹത്തെ കാണാനാടാ ഞാനും കാത്തിരുന്നത്. എടാ മലേഷ്യയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, സ്കോച്ച് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും, നീ ഒന്ന് ചോദിച്ച് വാങ്ങിക്കണേ. ഈ ഇളനീരൊഴിച്ച് കഴിച്ചാലേ വേറെ ലെവലായിരിക്കും മോനെ എന്ന് മഹേഷ്. ലോക്കൽ സാധനമൊക്കെ അടിച്ച് മടുത്തടാ. അപ്പോൾ എല്ലാം ഒന്നും തന്നെയല്ലേടാ എന്ന് സച്ചി ചോദിച്ചു. അതൊന്നും അല്ല, നമുക്ക് മലേഷ്യ പോയി കഴിക്കാൻ പറ്റത്തില്ലല്ലോടാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മലേഷ്യൻ കുപ്പി നമ്മളെ തേടി വന്നിരിക്കല്ലേടാ, നീ ഒന്നാണേലും പോയി ചോദിക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വന്നത് കൊണ്ട് ശ്രുതി ശരിക്കും ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതിനാടാ ഞാൻ നോക്കുന്നതെന്ന് സച്ചി പറയുമ്പോൾ, എടാ സച്ചി നീ ഓവറായിട്ട് സംസാരിച്ച് കിട്ടുന്നതും ഇല്ലാണ്ടാക്കരുതെന്ന് ആ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ തട്ടവും പിടിച്ച് ഇയാളിങ്ങനെ നിൽക്കുന്നതാണ് നമ്മുടെ സച്ചി കാണുന്നത്. അപ്പോൾ എല്ലാവരും മുന്നിലേക്ക് വന്ന് നിൽക്കൂ, വരൂ ശ്രുതിയുടെ ചേച്ചി ഇങ്ങോട്ട് വന്ന് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് അന്തും വിട്ട് ഇങ്ങനെ നോക്കുക. അന്നും നമ്മുടെ ചന്ദ്രമതിയോടെ പറഞ്ഞത് ശ്രുതിയുടെ ചേച്ചിന്ന്. ചേച്ചിയോ? അയ്യോ അമ്മായിയമ്മ എന്ന് പറയാനുള്ള പ്രായം നിങ്ങൾക്കില്ല, അതുകൊണ്ടാണ് ഞാൻ കണ്ട ചെറുപ്പമല്ലേ, അതാ ഞാൻ അങ്ങനെ വിളിച്ചത് കേട്ടോ. അയ്യോ ചന്ദ്രമതിക്ക് അങ്ങ് ബോധിച്ചു. അപ്പം മലേഷ്യക്കാരാ നീ അവളെ ചേച്ചി എന്നൊക്കെ വിളിച്ചോ, പക്ഷേ ശ്രുതിയുടെ ചേച്ചിയാക്കാൻ നോക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ നിൽക്കാം. മൊത്തം കയ്യിൽ നിന്ന് പോകുന്നു മനസ്സിലായി. ഈശ്വര തള്ള കലിപ്പിലാണല്ലോ എന്ന് ചേട്ടൻ പതുക്കെ മനസ്സിൽ പറയുന്നു. ഈ സമയത്ത് എന്താ ഒന്നും പറയാത്തത്, ഡയലോഗൊക്കെ മറന്നു പോയോ എന്ന് ശ്രുതി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതെ ശ്രുതിയുടെ അച്ഛൻ 100 തട്ട് നിറയെ സാധനങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ, പിന്നെന്താ ബാക്കിയുള്ള 99 പിന്നാലെ വരുമെന്ന് സച്ചി അന്നേരം ചോദിച്ചു. അപ്പം സച്ചിയായിട്ട് അമ്മിണ്ടാതിരിക്കാൻ രേവതി പറഞ്ഞു കേട്ടോ. അതെടുത്തിട്ട് വരാൻ മലേഷ്യയിൽ നിന്ന് 100 പേരെ ഏർപ്പാടാക്കേണ്ടതിനാൽ കൊണ്ടുവന്നില്ല എന്ന് അദ്ദേഹം. അവരൊന്നും വെറുതെ വരത്തില്ലല്ലോ, അവർക്കൊക്കെ ഫീസ് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. ഫീസോ? കറുപ്പീസാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മലേഷ്യക്കാരൻ നിൽക്കുന്നു. ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഇപ്പോൾ കറുപ്പീസിൻ്റെ കാര്യം പറയേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ. അയ്യോ ഫീസ് എന്നാണോ ഇളയച്ചൻ ഉദ്ദേശിച്ചത്? അതെ അതെ, ഇത്രയും പേർക്ക് ഫീസൊക്കെ കൊടുക്കണമല്ലോ, അതാ ഇളയച്ചൻ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞിങ്ങനെ ഈ ഇളയച്ചൻ്റെ ഓരോരോ കോമഡി എന്നും പറഞ്ഞ് ശ്രുതി അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് വിടുക. ഫീസ് എവിടെ കിടക്കുന്നു, പീസ് എവിടെ കിടക്കുന്നു. ഇളനീര് വെട്ടുകാരൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്നിടോ, ഞാൻ ഇളനീര് വെട്ടുകാരനാണെന്ന് നിങ്ങളോടാരാ പറഞ്ഞത്? ഇളനീർക്കുലയുമായി നിൽക്കുന്നത് കൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പം, ഓഹോ അപ്പൊ കറിയുമായിട്ട് വന്നാൽ കറിക്ക് വെട്ടുന്നവനാകുമോ? അതാവത്തില്ല, അതിനൊക്കെ ഒരു നേക്ക് വേണം മോനെ എന്ന് ചേട്ടൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ദേ പോണു, എല്ലാം കയ്യിൽ നിന്ന് പോയി. ശ്രുതി പേടിച്ച് പറിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ കറിക്ക് എങ്ങനെ വെട്ടണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ അദ്ദേഹം ആദ്യം കാലിങ്ങനെ കെട്ടി തൂക്കിയിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറച്ചി വെട്ടുന്ന കാര്യം ഇവിടെ പറയുമ്പോൾ ഇളയച്ചി ഇത് എന്താ ഇളയച്ചി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അച്ഛാ അമ്മയും വരൂ, എല്ലാവരും വരൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ശ്രുതി നീ അന്ന് പറഞ്ഞ കുടിയൻ ഇവനാണല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ചേട്ടൻ. അപ്പോഴേക്കും തമ്പുരാനെ നമ്മുടെ സച്ചി ഒരു നോട്ടം നോക്കി, പെട്ടോ പേടിച്ചു പോയോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് എന്താ നിങ്ങൾ പറഞ്ഞത്, കുടിയനെന്നോ? ശ്രുതിയുടെ ചീട്ട് കീറി സച്ചി. ചന്ദ്രമതി പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണ്. വന്ന് കയറി എല്ലാം കോളം തോണ്ടി കടലിൽ കായം കളിക്കുന്ന പോലത്തെ അവസ്ഥയാക്കി. അങ്ങനെ ദേ ഇയാൾ പേടിച്ചിങ്ങനെ ഇരിക്കുക. അത് പിന്നെ ഞാൻ വീട്ടിൽ നടന്ന ചില വിഷയങ്ങളെ പറ്റി സൂചിപ്പിച്ചിരുന്നു എന്ന കാര്യം ശ്രുതി അന്നേരം പറയും കേട്ടോ. വീട്ടിൽ വേറെ വിശേഷങ്ങൾ എന്താ നടന്നിട്ടില്ലേ, അതൊക്കെ പറയാറുന്നില്ലേ എന്ന് രേവതി അന്നേരം ശ്രുതിയോട് ചോദിച്ചു. ശ്രുതി നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് അച്ഛമ്മയും ചോദിച്ചു. അത് പിന്നെ അച്ഛമ്മ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഇളയച്ചൻ തെറ്റിദ്ധരിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം പറഞ്ഞു. ഇളയച്ചൻ അന്നേരം ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ശരി അതൊക്കെ വിട്ടുകളാം, ഇതൊന്നും ഒരു വലിയ വിഷയമേ അല്ലല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രമതി അതിനെ നൈസായിട്ട് ഒഴിവാക്കാനായിട്ട് നോക്കുവാണേ. ഇദ്ദേഹത്തിന് ഇളനീര് വെട്ടി കൊടുക്കാൻ പറഞ്ഞു ചന്ദ്രമതി. പിന്നെ രേവതി പെട്ടെന്ന് വെട്ടുകത്തി കൊണ്ടുവന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ വെട്ടുകത്തി എടുക്കാനായിട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്കിൾ മലേഷ്യയിൽ ഈ സമയത്ത് നല്ല ചൂട് ക്ലൈമറ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ വർഷം, അതായത് മലേഷ്യയിൽ ചൂടാണ്, ഇവിടെയും ഭയങ്കര ചൂടാണ് എന്നിങ്ങനെ ഇയാൾ പറയുന്ന സമയത്താണ് നമ്മുടെ വർഷം ഏറെ അത് പറയുന്നത്. ആണോ, ഞാനിപ്പോൾ ഇവിടെയല്ലേ ഉള്ളത്, അവിടെ ക്ലൈമറ്റ് മാറി ചൂടായത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എൻ്റെ 2-3 സുഹൃത്തുക്കൾ മലേഷ്യയിലുണ്ട്. അങ്കിൾ മലേഷ്യയിൽ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. മലേഷ്യയിൽ കേരളമോ? മലേഷ്യയിലല്ലല്ലോ കേരളം ഉള്ളതെങ്കിൽ. ഇപ്പം അങ്കിൾ കേരളത്തിലാണ് ഉള്ളത്, മലേഷ്യയിൽ എവിടെയാന്നാ ചോദിച്ചത്.
അപ്പം മലേഷ്യയിൽ എന്ന് അദ്ദേഹം. ഇവർക്കെല്ലാവർക്കും അന്തം വിട്ടിരിക്കുക. അപ്പം മലേഷ്യയിൽ ഇവിടെ താമസം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചേട്ടൻ ഇരുന്ന് ചിരിക്കുന്നു, ഭയങ്കര ചിരിയാ. അപ്പോഴേക്കും ഇവർ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇയാളെ നോക്കുക, ഇയാൾ എന്തായിരുന്നു ഈ കാണിക്കുന്നത്. അപ്പോൾ തങ്കാർ, അനു, സിറ്റാര, ഗംഗാന, അങ്ങനെ ഇങ്ങനെ കുറേ എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി ഇവളെന്താ ഫുഡിന്റെ പേരൊക്കെ പറഞ്ഞ് കളിക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചേട്ടൻ പറയുന്നു. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അയ്യോ അതൊന്നും ഫുഡിന്റെ പേരല്ല, സ്ഥലപ്പേരുകളാണെന്ന് നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു. അല്ല അങ്കിളിന് ഇതൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചു. മലേഷ്യയിൽ നിന്ന് തന്നെയല്ലേ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇരുന്ന് ചിരിയോ ചിരി, സ്ഥലമൊന്നും അറിയത്തില്ലല്ലോ, മലേഷ്യയിൽ നിന്ന് തന്നെ അല്ലേ വരുന്നതെന്ന്. അപ്പോഴേക്കും അപ്പം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകാന്തേ അതെ ഇളയച്ചൻ ഒരു തമാശ പറഞ്ഞതാണെന്നും പറഞ്ഞ് ശ്രുതി ഇടന്ന് തടി തപ്പ. ഓ പിന്നെ എന്ന് പറഞ്ഞ് സച്ചി, ദേ ഇളയച്ചൻ നിങ്ങൾ ജോർജ് ടൗണിലല്ലേ താമസിക്കുന്നത്? അതെ അതെ, ഞാൻ ജോർജ് ടൗണിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി നിൽക്കുന്നിടത്തേക്ക് രേവതി വെട്ടുകത്തിയായിട്ട് വന്നു. ഈ വെട്ടുകത്തി ഇങ്ങനെ ഇവൻ്റെ നേരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എത്ര എണ്ണം വെട്ടണം എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചോട്ടോ. ഇത് ഇളനീര് വെട്ടിക്കൊടുക്കും സച്ചേട്ടാ എന്ന് പറഞ്ഞ് രേവതി. ഇളനീരിനൊപ്പം മറ്റു ചിലരെയും വെട്ടിയാലും ഞാൻ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ അതെ കത്തിക്ക് മൂർച്ച വേണമെങ്കിലേ ഇതേ കല്ലിൽ ഇങ്ങനെ ഉരയ്ക്കണമെന്നും പറഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ ഓംപ്ര എന്നും പറഞ്ഞിട്ട് എന്നിട്ട് മൂർച്ച വന്നില്ലെങ്കിലേ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ പറഞ്ഞു കൊടുക്കും. എല്ലാവരും ഇയാളെ നോക്കി വായും പുലർത്തി ഇങ്ങനെ ഇരിക്കുക, ചുമ്മാ ഇരുന്ന് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ സച്ചി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരു സാധനം എടുക്കുന്നു, അതും ബ്രേസ്ലെറ്റ് എടുത്ത് മോനെ നിങ്ങൾ അടുത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് സുധിയെ വിളിച്ചു. എന്നിട്ട് സുധിയുടെ കയ്യിലത് ഇട്ട് കൊടുക്കുക. സച്ചിയും മഹേഷും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ഓ ഇവനെ ഒറ്റടുത്തം കാരണം കുപ്പി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. മഹേഷ് നിൽക്കുമ്പോൾ എടാ നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുക. നീ ആവശ്യമുള്ള കാര്യത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി, അദ്ദേഹത്തിൻ്റെ ബാഗിലുള്ള സ്കോച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെത്തിക്കാൻ നോക്കാനൊക്കെ പറഞ്ഞു. അവൻ്റെ ഒരു സ്കോച്ച് വന്നിരിക്കുന്നു. ശ്രുതി അവളുടെ ഇളയച്ചനും എന്നെ അപമാനിച്ചു, ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, അവളുടെ കള്ളക്കളി മുഴുവൻ ഞാൻ പൊളിക്കും, അവനെ കണ്ടിട്ടൊരു മലേഷ്യക്കാരനായിട്ട് തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്തായാലും ശ്രുതിയുടെ ഹട്ട പുകയാണെന്ന് തന്നെ പറയാം. അങ്ങനെ അവരോടുള്ള കലിക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ഇളനീരിങ്ങനെ ഞാഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ.